ഇതിപ്പോൾ ജനറ്റിക് ആയിട്ടാണോ വരുന്നത്? അത് എന്തെങ്കിലും കാരണം കൊണ്ടിട്ടാണ് വരുന്നത്? എന്ത് കാരണം കൊണ്ടിട്ട്? കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പറയാം. അതായത് ഇത് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇങ്ങനെ വരുന്നത് കൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. അതായത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുന്ന സെല്ലുകളെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമൽ ഈ മോഡേൺ സയൻസിൽ ആ രീതിയിൽ നമുക്ക് പറയാം. കാരണങ്ങളെ പറ്റി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജനറ്റിക് ഒരു റീസൺ ആണ്. ജനറ്റിക്, അതായത് 1/3 കേസ് ജനറ്റിക് ആയിട്ട് വരും. അതായത് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ കുഞ്ഞിന് വരാൻ ഒരു 10% ചാൻസ് ഉണ്ട്. ഈ 2 പേർക്കും ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാൻ 50% ചാൻസും ഉണ്ട്. പക്ഷെ ഇത് വരണമെന്ന് നിർബന്ധവും ഇല്ല. അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അത് ചിലപ്പോൾ ഒരു അണുബാധയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റീസൺ കൊണ്ടും ഇതുപോലെ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ജനറ്റിക് ആയിട്ടും വരാം. പിന്നെ സിദ്ധ സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, സിദ്ധ വൈദ്യത്തിന്റെ പിതാവെന്ന് പറയുന്നത് അഗസ്ത്യ മുനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് അഗസ്ത്യർ പരിപൂരണം 400. അതില് സോറിയാസിസിന് സിദ്ധയില് കാലാഞ്ജകപ്പട എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാലാഞ്ജകപ്പടയുടെ റീസൺ ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത് കർമ്മവ്യാധി എന്നാണ് പറയുന്നത്. കർമ്മവ്യാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. അതായത് ഇതൊരു മോഡേൺ സയൻസിൽ ഇതിനൊരു കറക്റ്റ് ഇതെന്തു കൊണ്ടുവരുന്നു, അതൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും. അപ്പം നമ്മളുടെ സയൻസിൽ പറയുന്നത് അത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫിൽ ആരും ഇതുപോലെ ഒരു പുനർജന്മം ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. എങ്കിലും നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പൂർവജന്മത്ത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഒരു ഫലമായിട്ടൊക്കെ വരുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ് പോലെയുള്ള ഇതുപോലുള്ള രോഗങ്ങൾ. സോറിയാസിസ് മാത്രമെന്നല്ല, ഇതുപോലെ നമുക്ക് ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് അസാധ്യ ഗണത്തിൽപ്പെടുന്ന കുറെ അസുഖങ്ങളൊക്കെ ഇതുപോലുള്ള കർമ്മവ്യാധികളിലാണ് പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഫലമായിട്ട്, അതും കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്ത ഒരു പാപത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്.